ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ചർച്ചിലൊക്കെ പോയിട്ട് വന്നിട്ട് മാളിലേക്ക് പോവാണേ. അപ്പോൾ ഞങ്ങൾ ഓർത്തു മാളിൽ ഇനി ഒരു ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഓർത്തപ്പോൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ലഞ്ചും കഴിക്കാം. അപ്പോൾ അവിടുന്ന് ലഞ്ച് കഴിച്ച് നമുക്കവിടെ ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് തിരിച്ചു വരാവേ. അപ്പം ഞങ്ങൾ പോകുന്ന പാർക്ക് മാളിലേക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മാളാണ് പാർക്ക് മാൾ. അപ്പോൾ നമ്മൾ നേരെ പാർക്ക് മാളിലേക്ക് വെച്ച് പിടിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഞാൻ ഇന്ന് പള്ളിയിൽ എടുത്തുകൊണ്ട് പോയ സാരിയുടെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടേ. ആ സാരി ഞങ്ങൾ ചർച്ചിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ കുറേ പേര് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരുടെ ഒരുമിച്ച് ഒരു ക്രിസ്മസ് സോങ്ങിന് വേണ്ടി ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടി വാങ്ങിച്ച സാരിയാണ്. ഓൺലൈനിൽ കൂടെ നല്ല സാരിയാണ്. അതിൻ്റെ ബ്ലൗസാണ് അടിപൊളി. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൗസാണ്. നല്ല അടിപൊളി ഫ്രണ്ടും ബാക്കിലൊക്കെ നല്ല വർക്ക് ചെയ്ത് കയ്യകൂടെയൊക്കെ വർക്ക് ചെയ്ത് ഒരു അടിപൊളി സാരിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോയുടെ കൂടെ. ഓക്കെ, അപ്പോൾ ഷോർട്സ് എല്ലാവരും കാണണേ. പിന്നെ നേരെ നമുക്ക് മാളിൽ ചെന്നിട്ട് അപ്പം നമുക്ക് മാളിലെ കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. മെമ്മോറിയൽ ഡേ ആണ് മൺഡേ. അപ്പം സാറ്റർഡേ സൺഡേ മൺഡേ അല്ലേ. അപ്പം എല്ലാവരും ഓരോ സ്ഥലത്തൊക്കെ പോകുന്നതാണ്. എല്ലാവരും ട്രാവലിംഗ് ആണ്. പിന്നെ ഇന്ന് ചർച്ചിലും ആൾ കുറവായിരുന്നു. എല്ലാവരും എവിടെയെങ്കിലൊക്കെ പോവുക. പിന്നെ ഇവിടെ ഇപ്പം നമ്മുടെ സമ്മർ വെക്കേഷനായി സ്കൂളെല്ലാം അടയ്ക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും നാട്ടിൽ പോവുകയും പിന്നെ എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. ഇത് വാക്സ് മ്യൂസിയം ആണേ. വാക്സ് മ്യൂസിയം. ഇവിടെ സിക്സ് ഫ്ലാഗ് ഉണ്ട്. അത് നമ്മുടെ റൈഡ് നമ്മൾ ആകാശത്തോടെ കയറ്റി ഒരു ഭൂമിയിൽ കൊണ്ടുവരും നമ്മളെ. ആ റൈഡുണ്ട് ഇവിടെ. പിള്ളേരെല്ലാം പിന്നെ ഇവിടെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീഗാലാൻഡ് പോലെ. വീഗാലാൻഡ് അല്ല, വീഗാലാൻഡിൻ്റെ മുത്തപ്പനാന്ന് പറയുന്നത്. അതുപോലത്തെ റൈഡുകളാണ് ഇവിടെ ഉള്ളത്. നമ്മളീ കാണുന്നതാണ് സിക്സ് ഫ്ലാഗ്. ഇഷ്ടംപോലെ റൈഡുകളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ക്രിസ്മസ് ടൈം ആകുമ്പോൾ അവരിവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുവേ നല്ല അടിപൊളി ലൈറ്റുകളും കൊണ്ട്. നമ്മൾ ഓരോ റൈഡിൻ്റെ ഒക്കെ മുകളാണ് ഈ കാണുന്നത്. ട്രക്കെല്ലാം വരും. നമ്മൾ മാളിൽ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ പാർക്ക് മാൾ. ഇവിടെ നമ്മുടെ എല്ലാ കടകളും ഉണ്ട്. ഇവിടെ നമുക്ക് എവിടെ വേണേലും കയറി ഷോപ്പിംഗ് ചെയ്യാം ഇഷ്ടം പോലെ. ഇതൊരു വലിയ മാളാണ്. ഒരു അടിപൊളി മാൾ.
അപ്പോൾ നമ്മൾ പാർക്കിംഗ് ലോട്ടിലെത്തിയേ. നമുക്ക് പാർക്ക് ചെയ്തിട്ട് നേരെ മാളിലേക്ക് പോകാം. അപ്പോൾ ഈ പാർക്ക് മാൾ അയർലിംഗ്ടണിലാണേ. നമ്മൾ എൻട്രൻസിലെത്തി. ക്രിസ്മസ് ടൈമിലൊക്കെ നല്ല രസമാണ്. ഫുഡെല്ലാം വാങ്ങിച്ചു. ഭയങ്കര ബിസിയാണ് മാളിലെ ഫുഡ് കോർട്ടിലെ കാര്യം പറയണ്ട, ഭയങ്കര ബിസി. ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലെ ചിക്കൻ, ബീഫ്, പിന്നെ ഷ്രിമ്പ് ഇതൊക്കെ വാങ്ങിച്ചത്. എനിക്ക് ബീഫ് ഷ്രിമ്പ് ഇഷ്ടമല്ല, ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിച്ചു. പിന്നെ ഞാൻ ഒത്തിരി നാളായി ഫാൻറ്റ കുടിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ ഫാൻറ്റ എടുത്തു. ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ചേട്ടാ, അതുകൊണ്ട് ഞാൻ ഫാൻറ്റ വാങ്ങിച്ചേ. അപ്പോൾ ഇതാണ് വാങ്ങിച്ചത്. ഫ്രൈഡ് റൈസ് ഉണ്ട്, 2 ഡിഫറെൻറ്റ് ടൈപ്സിലെ ബീഫുണ്ട്, പിന്നെ നൂഡിൽസ് ഉണ്ട്, ഷ്രിമ്പ് ഉണ്ട്. ഇതെന്ത് ചോദിക്കണ ഡിഫറെൻറ്റ് ടൈപ്പ്, ഒരു സ്വീറ്റ് ചിക്കൻ, പിന്നെ ഇത് ഓറഞ്ച് ചിക്കൻ, പിന്നെ 1 more ഓറഞ്ച് ചിക്കൻ. ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ കഴിക്കട്ടെ. 2 o'clock ആയി. പള്ളിയിൽ നിന്ന് വന്നിട്ട് വിശന്ന് പോയി. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. ഇതൊരു അടിപൊളി ഫുഡ് കോർട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബിസിയാണ്, സൺഡേ ആയതുകൊണ്ടുകൂടി ആയിരിക്കും. ഭയങ്കര ബിസി ആയിരുന്നു, ഫുഡൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോറുണ്ട്. നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾ നോക്കിയാണ്. മെസ്സിസിൽ പോകണോ, ജെസിപ്പന്നി പോകണോ, ഞങ്ങളിങ്ങനെ നോക്കുകയാണ് എങ്ങോട്ട് പോകണമെന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ ജെസിപ്പന്നിയിലാണ് വന്നിരിക്കുന്നത്. അവിടെ നല്ല എല്ലാത്തിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ബാഗിൻ്റെ സെക്ഷൻ ഇപ്പം വന്നിരിക്കുകയാണ്. ബാഗിനൊക്കെ മെമ്മോറി ഡേ ആയതുകൊണ്ട് കുറേ 40%, 50% ഒക്കെ ഓഫുണ്ട്. അപ്പം ഞാൻ ബാഗൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. എനിക്ക് 1-2 ബാഗ് ഇഷ്ടപ്പെട്ടു.
പിന്നെ ഒത്തിരി ബാഗുണ്ട്, അത് കാരണം ഞാൻ ഓർത്ത് ബാഗ് വേണ്ട എന്ന് വിചാരിച്ച് എടുത്തൊക്കെ അങ്ങോട്ട് തന്നെ തിരിച്ചു വെച്ചു. എന്നിട്ട് ഞങ്ങൾ ഓർത്ത് ഇനി ഡ്രസ്സൊക്കെ നോക്കാൻ പോകാം. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് പോവുകയാണേ. പിന്നെ ഞങ്ങൾക്ക് പെർഫ്യൂമും ഒന്ന് നോക്കണം. അപ്പോൾ അതിന് രണ്ടിനായിട്ടും ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഒരു കൊച്ചിനൊരു ഗിഫ്റ്റ് കൊടുക്കണം, എൻ്റെ ഒരു കസിൻ കൊച്ചിന്. അതിന് വേണ്ടിയിട്ട് ഒരു ഉടുപ്പെടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അവന് 2-3 ഉടുപ്പ് കിട്ടി. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ കുറേ ബ്രാൻഡഡ് ടീഷർട്ടൊക്കെ, ലെവീസിൻ്റെ ഒക്കെ ടീഷർട്ട് നല്ല സെയിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു. പിന്നെ അപ്പക്കുട്ടനോട് ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചിടാം നിനക്ക് വേണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അവനൂടെ വേണമെന്ന്. അങ്ങനെ അവനും എടുത്തു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു. കാറെ വന്ന് കയറി. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. അപ്പം ഞങ്ങളിങ്ങനെ കാറൊക്കെ തുറന്നിട്ട് ഇരിക്കുകയാണ്. ഇച്ചിരി ചൂടൊക്കെ പോട്ടെന്നവർ ദേശീയൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. ഇനിയും പയ്യെ പോകാമെന്ന് വിചാരിച്ചു. നല്ല ചൂട്, ഇവിടെ സമ്മർ തുടങ്ങി. പക്ഷെ ഇന്ന് നല്ല ചൂടുണ്ട്. ഇന്ന് 100 ഡിഗ്രിയാണ്, നല്ല ചൂടുണ്ട്. ഇനി ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടാവും ഇവിടെ. സീറ്റ് ബെൽറ്റ് ഇട്ട്, അല്ലെങ്കിൽ പോലീസുകാരൻ പിടിച്ച് ടിക്കറ്റ്. പിന്നെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടി, അതൊക്കെ വീട്ടിൽ ചെന്ന് കാണിക്കാവേ. അപ്പം എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ എന്തായാലും ഒരു സാധനം ഞാൻ നോക്കുമായിരുന്നു. ബാഗ് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല. പിന്നെ സ്പ്രേ നോക്കി. സ്പ്രേ എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ എനിക്ക് സ്പ്രേ എല്ലാം കൂടി അടിച്ചു നോക്കിയിട്ട് തലവേദന എടുക്കുക. ആ സ്പ്രേയുടെ അവിടെ നിൽക്കുന്നവരൊക്കെ സമ്മതിക്കണം, സെയിൽ ചെയ്യാൻ നിൽക്കുന്നവർ. എന്താ വെച്ചാൽ പല ടൈപ്പിലുള്ള സ്പ്രേ എല്ലാം അടിച്ചിട്ട് നമുക്ക് എന്ത് സ്മെല്ലാന്ന് എനിക്കിങ്ങോട്ട് മനസ്സിലാകുന്നില്ല, പല സ്പ്രേ അടിച്ചിട്ട്. പിന്നെ സ്പ്രേയും വേണ്ടെന്ന് വെച്ചു. നമ്മൾ വേറെ ഓരോന്നൊക്കെ വാങ്ങിച്ചു. ഭയങ്കര ട്രാഫിക്കാണ്. സൺഡേ ആണെന്ന് പറയുമോ വേണ്ട, ട്രാഫിക്കാണ്. നല്ല ഗ്രീൻ 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 പ്ലേസാണ്. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അവിടെ നിങ്ങളെ വാങ്ങിച്ച സാധനമൊക്കെ ഒന്ന് കാണിക്കാവുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ മാളിൽ പല കടയിലും പോയെങ്കിലും ഞങ്ങൾ ജെസിപ്പന്നിൽ നിന്നാണ് എല്ലാ സാധനവും വാങ്ങിച്ചത്. നമുക്ക് ജെസിപ്പന്നിൽ നിന്നാണ് സാധനമാണ് കിട്ടിയത്. നമുക്ക് ജെസിപ്പന്നിയിലല്ല ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനം എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിൻ്റെ കൊച്ചുണ്ട്, അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇത് കൊച്ചിന് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ചാണ്. ഈ ഒരു കുഞ്ഞു ഷോർട്ട്സും അതിന് ചേരുന്ന ഒരു ടീഷർട്ടും. ഓക്കെ, കസിൻ ബേബിക്ക് കൊടുക്കാൻ. പിന്നെ ഇതിനൊരു ചെറിയ ഷോർട്ട്സിനും പിന്നെ വേണ്ട അതിനൊരു ടീഷർട്ട്. ഇങ്ങനെ 2 എണ്ണം കൊച്ചിന് കൊടുക്കാനായിട്ട് വാങ്ങിച്ചു. പിന്നെ എൻ്റെ ഒരു ജോലിയിൽ എൻ്റെ ഒരു വർക്ക് ഫ്രണ്ടിൻ്റെ ബേബി ഷവറാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഉടുപ്പ് buy 1 get 1 ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം കൊടുക്കുക, 2 ഇനി ആരെങ്കിലും വരുമല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ വെക്കുവാണ്. അപ്പോൾ 2 എണ്ണം അങ്ങനെ കിട്ടി. പിന്നെ നമുക്ക് അവിടെ മെമ്മോറിയൽ ഡേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ മെമ്മോറിയൽ ഡേയുടെ നല്ല സെയിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലെവീസിൻ്റെ ടീഷർട്ട് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയേ 2 ലെവീസ് ടീഷർട്ട് നമുക്ക് നല്ല പ്രൈസ് കിട്ടി. നല്ല കളറും ഒത്തിരി ഉണ്ട് കേട്ടോ, ലോട്ട്സ് ഓഫ് കളേഴ്സിൻ്റെ കിടപ്പുണ്ട്. പിന്നെ അപ്പുകുട്ടനോടപ്പം ഞാൻ ചോദിച്ചു നിനക്ക് വേണമെന്ന്. അപ്പോൾ അവൻ ഈ ബ്രാൻഡഡാണ് അവൻ ഇടയിൽ. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചാൽ നിനക്ക് വേണം. ഞാൻ അങ്ങനെ ചെയ്യുവേ, കടയിൽ പോകുമ്പോൾ അവനോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും വേണമെന്ന്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ അവന് വിസ കിട്ടി, അപ്പം അവൻ ഇങ്ങോട്ട് വരുമ്പം
അവന് കൊണ്ടാകാമല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കും, അങ്ങനെ ഇങ്ങനെയാണ് അവനെ എത്തിക്കാം. അപ്പോൾ അവനെ ഞാൻ പലത് കാണിച്ചു. അപ്പോൾ അവനിതാ ഇഷ്ടപ്പെട്ടു, അവനും ഇത് തന്നെ. അവർ രണ്ടുപേരും ഇത് തന്നെ എടുത്ത്. അവൻ ഈ ബൈക്കിൽ ഇങ്ങനെയുള്ള ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പം രണ്ടുപേരുണ്ട്. ഹസ്ബൻഡ് എടുത്ത് തന്നെയാണ് അപ്പക്കുട്ടനെ സെലക്ട് ചെയ്തത്. അപ്പോൾ അത് കിട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡിനൊരു സമ്മർ ചെരുപ്പ് വേണമായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ചെരുപ്പ് നോക്കിയിട്ട് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനിത് നേരെ വെക്കട്ടെ. വേണ്ട, ഈ സമ്മർ ചെരുപ്പ് ഇത്രയും സാധനമാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചത് നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.